BRM ഷഫീർ, കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് നടന്ന ഏറ്റവും പ്രമാദമായ സംഭവമായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ്. 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം. അന്നത്തെ പോലീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചാർജുകളിൽ ഇരുന്ന ഒരാളാണ് അന്ന് തലശ്ശേരി ASP ആയിരുന്ന രവാഡ ചന്ദ്രശേഖർ. അന്ന് പത്മകുമാറായിരുന്നു കണ്ണൂർ SP. നമുക്കറിയാം TT ആന്റണിയാണ് വെടിവെപ്പിനുള്ള ഉത്തരവ് കൊടുത്തത്. മജിസ്ട്രേറ്റ് അധികാരം ഉപയോഗിച്ച് ഹക്കീം ബത്തേരി എന്ന DYSP ആയിരുന്നു അതിലെ ഈ പറഞ്ഞ ആക്ഷനിൽ നടുനായകത്വം വഹിച്ചത്. കാലം കടന്നുപോയി, ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള ചുമതലകളിൽ വന്നു. ഈ ഉദ്യോഗസ്ഥൻ തന്നെ SP അടക്കമുള്ള ചാർജുകളിൽ പ്രവർത്തിച്ചു. ഒടുവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ 18 കൊല്ലം പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ പോലീസ് മേധാവിയായി വരുമ്പോൾ അത്ഭുതമോ ആശ്ചര്യമോ ഉണ്ടോ? അതിൽ വിമർശനാത്മകമായി എന്തെങ്കിലും ഉണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട സംഭവത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വാദോരാതെ സംസാരിച്ചപ്പോൾ അവിടെ ഒരിടത്തും തന്നെ MB രാഘവൻ CMB MB രാഘവൻ എന്ന പദം മനഃപൂർവ്വം ഒഴിവാക്കി കളഞ്ഞതോ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞതോ ആണ്. നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഒരു ബാങ്കിൻ്റെ ഈവനിങ് ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന അന്നത്തെ UDFന്റെ മന്ത്രി MB രാഘവനെ 2000-ഓളം പേർ ചേർന്ന് തടഞ്ഞു വെക്കുകയും പ്രകോപനപരമായി മുദ്രാവാക്യം വിളിക്കുകയും അത് പിന്നീട് പോലീസ് സംഘർഷത്തിലേക്ക് പോവുകയും പോലീസിനെ വേട്ടയാടാൻ ശ്രമിക്കുകയും മന്ത്രിയുടെ ജീവന് തന്നെ അപകടകരമായ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ വെടിവെപ്പ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു. ഞാൻ പറഞ്ഞുതരാം. അതായത് മന്ത്രി കണ്ണൂർ എത്തിയപ്പോൾ തന്നെ കൂത്തുപറമ്പിലേക്ക് പോകരുത് എന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂത്തുപറമ്പിലേക്ക് മന്ത്രി പോയാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ അവിടെ ചെല്ലും അതിനുശേഷം ഉണ്ടായ സംഭവമാണ്. ഒരു പോലീസ് ഉദ്യോഗ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ പോകേണ്ടാതിരിക്കേണ്ട കാര്യം എന്താണ്? ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയെ സംബന്ധിച്ചും ഒരു മന്ത്രിയുടെ പ്രവർത്തന മണ്ഡലത്തിലെയും അദ്ദേഹത്തിന്റെ കാര്യശേഷിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പ്രയാണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള അവകാശം ഈ ജനാധിപത്യ രാജ്യത്തില്ലേ? തടയാൻ അവർക്ക് എന്ത് അവകാശമാണുള്ളത്? ഇവിടുത്തെ പ്രശ്നം എന്താണ്? 2000-ഓളം DYFI പ്രവർത്തകന്മാരെ കൊണ്ടുവന്ന് നിർത്തി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു അവരെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു. ഞാൻ ആ മരിച്ച ഒരാളെയും ഞാൻ അവരെ അബ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മരിച്ചവരാണ്, അവരുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടവരാണ്, അതിലേറെ പ്രയാസപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ഞാൻ എൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ ഒരു സ്വകാര്യ മൂലധനത്തോടു കൂടി ഒരു കോളേജുകൾ വരുന്നതിനെതിരായി ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ സംസ്ഥാന സർക്കാരുമായിട്ട് പങ്കാളിത്തത്തോടു കൂടി ഒരു സ്വാശ്രയ സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നതിനെതിരായി അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ അത് സ്വാശ്രയ വിദ്യാഭ്യാസമാണ്, കച്ചവടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രക്ഷോഭം നയിച്ച SFI മാപ്പ് പറയണം. എന്താ പറയേണ്ട കാര്യം? ഒന്നാമത്തെ സംഭവം, ഈ സംഭവങ്ങൾക്കെല്ലാം നിദാനമായ MB രാഘവൻ എന്ന് പറയുന്ന ആളിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും നിങ്ങളുടെ പാർട്ടി അവസാന കാലഘട്ടങ്ങളിൽ 2 കൈയും ഇട്ട് സ്വീകരിച്ചു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസ് MB ജയരാജൻ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത് വെച്ചു. ആ പാർട്ടിയുടെ പകുതി ഭാഗം നിങ്ങളിലേക്ക് വിഴുങ്ങിയെടുത്തു. ആ MB രാഘവന്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ തന്നെയും നിങ്ങൾ തട്ടിയെടുത്തു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് പറഞ്ഞാൽ പുഷ്പന്റെ ആത്മാവ് പോലും മറുപടി പറയും. നിങ്ങൾക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി ബന്ധപ്പെട്ട് വന്നയാളിന്റെ ചെകിടടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് ഇപ്പോൾ വിദേശ സർവകലാശാലകളാകാം, വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസി ആകാം, സ്വാശ്രയ കോളേജുകളാകാം, സ്വാശ്രയ കോളേജുകൾക്ക് കീഴിൽ ട്രസ്റ്റുകളാകാം, മാനേജ്മെന്റ് കോട്ടകൾ സർക്കാരിന്റെ കോട്ടകളിൽ നിന്ന് എക്സസ് വന്നാൽ മാനേജ്മെന്റ് കോട്ടയിലേക്ക് മാറാം. എന്തെല്ലാം തരത്തിലാണ് നിങ്ങളുടെ നയം മാറിയത്? എങ്ങനെയാണ് SFIക്ക് ഇങ്ങനെ മാറാൻ പറ്റുക? ഇന്ന് നിങ്ങൾക്കിപ്പോൾ സമരമില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. 2, പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ച് കൊല്ലാമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ദ ക്വസ്റ്റ്യൻ അറൈസ് ബൈ ഹിം. എന്താണ് പ്രശ്നം ഇവിടുത്തെ? അപ്പോൾ തിരിച്ചൊരു ചോദ്യം. ഇതേ കണ്ണൂരിന് തൊട്ടടുത്താണ് മാടായി. നിങ്ങൾ മാടൻ എന്നാണ് ശ്രീ MB രാഘവനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ആ മാടായിയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചവർക്കെതിരായി നിങ്ങൾ അഴിച്ചുവിട്ട അക്രമമോ? നിങ്ങളുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കപ്പെട്ട കരിങ്കൊടി കാണിക്കപ്പെടുന്ന പ്രവർത്തകന്റെ തലയ്ക്ക് അടിച്ചതിന് ശേഷം ജീവൻ രക്ഷാ പ്രവർത്തനമാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തോട് പുച്ഛഭാവം കാണിച്ച മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓശാനവാടി SFI നേതാവിന് എങ്ങനെയാണ് ഈ ഫ്ലോറിൽ വന്നിരുന്നിട്ട് സമരമായിരുന്നു എന്ന് പറയാൻ? എന്നാണ് നിങ്ങൾക്ക് ഇത്ര സമരത്തോട് ഇത്ര പുച്ഛമുണ്ടായത്? ശരി, ഇനി അതാണ് രണ്ടാമത്തെ വിഷൻ. മൂന്നാമത്തെ വിഷൻ എന്താണ്? രവത ചന്ദ്രശേഖരനെ നിങ്ങൾ കുടുക്കാൻ നോക്കിയില്ലേ എന്നുള്ളതാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം സഖാവ് EK നായരുടെ കാലഘട്ടത്തിൽ നിങ്ങൾ സ്വകാര്യ അന്യായം കൊടുത്തിട്ട് കേസെടുക്കാൻ ശ്രമിച്ചില്ലേ? അതിനുശേഷം ആ കേസിനെതിരായി ഹൈക്കോടതി പോയപ്പോൾ നിങ്ങൾ ശ്രീ ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തില്ലേ? കേസെടുത്തപ്പോൾ
പ്രോസിക്യൂഷൻ അനുവാദം വാങ്ങാതെ കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി തള്ളിയില്ലേ? ഹക്കീം ബത്തേരിയുടെ കേസും ഈ രവജ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ എഫ്ഐആറും ഹൈക്കോടതി കോഷ് ചെയ്തില്ലേ? നിങ്ങൾ എം വി രാഘവനെതിരായി നിങ്ങൾ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തില്ലേ? സുപ്രീം കോടതി ആ കേസ് ഒന്നാകെ സ്റ്റേ ചെയ്ത് മാറ്റിയില്ലേ? ഇതൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ പഠിച്ചിട്ട് പറയുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് രവജ ചന്ദ്രശേഖർ, എന്തുകൊണ്ട് നിങ്ങൾ യോഗേഷ് ഗുപ്ത എടുത്തില്ല? അതാണ് ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്ക് വെക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം. യോഗേഷ് ഗുപ്ത എടുത്താൽ നിങ്ങളുടെ PP ദിവ്യയും കുടുംബവും കൊടുക്കും. കാർട്ടക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകൾ പൊങ്ങും. അതിന്റെ ഓഹരി ഷെയറിനെ സംബന്ധിച്ച് KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് കൊടുത്ത പരാതിയിൽ യോഗേഷ് ഗുപ്ത വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ ഫയൽ എടുത്തു എന്ന ഒറ്റ കാരണത്താലല്ലേ അദ്ദേഹത്തെ മാറ്റിയിട്ട് ഒരു പാനലിൽ പോലും അംഗമല്ലാതിരുന്ന RSSകാരനായ RSSന്റെ ഇപ്പോഴത്തെ ഹെഡ് ഗേവാർ ശ്രീ ആരാണ് അദ്ദേഹത്തിന്റെ പേര്, ഹൊസബലെ, ദത്താത്രേയ ഹൊസബലയെ തൃശ്ശൂർ പോയി കണ്ട് അനുവാദം വാങ്ങിയ രാംമാധവന്റെ മുമ്പിൽ മുട്ടിട്ട് വീണ ADGP MR അജിത് കുമാറിനെ DGP ആക്കാൻ പാനലിന് പുറത്തുള്ള 12 സ്റ്റേറ്റുകളെ പോലെ കേരളവും ആവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി നോക്കി? MR അജിത് കുമാറിനെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ സുപ്രീം കോടതിയുടെ അഭിഭാഷകരെടുത്ത് നിങ്ങൾ നിയമോപദേശം തേടിയല്ലോ, നിങ്ങൾ AGയോട് നിയമോപദേശം തേടിയല്ലോ. അപ്പോൾ പറഞ്ഞു അത് ശരിയല്ല, അതിനകത്തൊരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ അവഗണിച്ചുകൊണ്ട് പോയാൽ അത് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടക്കുമെന്ന് കണ്ടതുകൊണ്ടല്ലേ നിങ്ങൾക്ക് MR അജിത് കുമാറിനെ മാറ്റാൻ പറ്റാതെ വന്നത്? ഒത്ത തികഞ്ഞ RSSകാരനായ RSS ബന്ധമുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ച പിണറായി വിജയന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് RSSുമായി ചേർന്ന് പൂരം കലക്കിയെന്ന ആരോപണം നേരിടുന്ന DGP കഴിഞ്ഞയാഴ്ച ദർബേഷ് സാഹിബ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പൂരം കലക്കുകയായിരുന്നു. ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളിനെ DGP ആക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അവസാനം നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് അവസാനം ഇദ്ദേഹത്തിന്റെ പേര് അംഗീകരിക്കേണ്ടി വന്നു. ഇതല്ലേ സംഭവം?